നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ വിളിച്ചാക്കുചേട്ടാ? ശ്രേയ മാഡം എന്റെ പനിഷ്മെന്റ് ക്യാൻസൽ ചെയ്തു. നാളെ തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യാന്ന്. നിന്നെ മനസ്സാലെ താലി കെട്ടിയപ്പോ എല്ലാം നേരെയായി വരുന്ന കണ്ടില്ലേ? സന്തോഷായി. അക്കുചേട്ടന്റെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. നാളെ സന്തോഷത്തോടെ ഓഫീസിൽ പോണം. ശരി കാക്കുത്തി. എല്ലാവരോടും വരാൻ പറഞ്ഞത് എന്താന്നായിരിക്കും ആലോചിക്കുന്നത്. അതെ മാവ, എന്താ കാര്യം? കല്യാണം കഴിഞ്ഞ് ഇതുവരെ ആകാശം ചാരുമോളും ദൂരെ എവിടേക്കും പോയിട്ടില്ല. ആലോചിച്ചു നോക്കിയപ്പോ എനിക്ക് തോന്നിയ കാര്യം ആകാശിനോടും ചാരുവിനോടും പറയണം തോന്നി. അത്രേ ഉള്ളൂ കാര്യം. ആകാശേ, നിന്റെ ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് തന്ന മൂന്നാറിൽ താമസിക്കാനുള്ള പാസില്ലേ? അത് വെച്ച് നിങ്ങൾ രണ്ടുപേരും ഒരാഴ്ച മൂന്നാറിൽ പോയിട്ട് വാ. അച്ചുട്ടി, ആ പാസ് അടിച്ചു മാറ്റി നമുക്ക് രണ്ടുപേർക്കും മൂന്നാർക്ക് പോവാന്ന് വിചാരിച്ചതാ. കൈവിട്ടു പോയി. ഇനി മൂന്നാറിൽ പോകാത്തതിന്റെ കുറവേ ഉള്ളൂ. മിണ്ടാതിരിക്കെ. മോനിപ്പോ ഓഫീസിലും പോകുന്നില്ലല്ലോ. അതെ മാവ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇതുവരെ ഞങ്ങളെങ്ങും പോയിട്ടില്ല. അളിയന്റെയും ചാരുവിന്റെ കൂടെ ഞങ്ങളും പോയാലും ഒരു കൂട്ടിന്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായില്ലേ? ഇനി എന്തോന്ന് ഹണിമൂൺ? ആകാശ, ഈ അവസരം നീ കളയണ്ട. നീ ഇപ്പൊ സസ്പെൻഷനിലും ആണല്ലോ. ഇത്രയും നാള് ജോലി എന്ന് പറഞ്ഞ് ഒന്നിനും സമയമില്ലാതെ നടക്കായിരുന്നില്ലേ? ചാരുമോൾക്കാണെങ്കിൽ അടുക്കളയിൽ നിന്നൊരു മോചനം കിട്ടും. എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തത്? പോവാച്ച. എന്നാ പിന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അതച്ചാ, ഹണിമൂൺ കഴിഞ്ഞിട്ട് ഓഫീസിൽ ചെന്നാ മതിന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാ കാക്കോത്തി പറയാൻ വന്നത്. അല്ലേ കാക്കോത്തി? അതെ അതെ. ഞാൻ മെഡിക്കൽ ലീവ് എന്നും പറഞ്ഞ് ഓഫീസിലേക്ക് മെയിൽ ചെയ്തോളാം. ഓ, ഇനിയിപ്പൊ ഹണിമൂണിന്റെ കുറവേ ഉള്ളൂ. ഓ, എന്റെ മോൻ അരവിന്ദിന്റെ തലയിൽ ഇവിടെ കെട്ടിവെക്കാൻ നോക്കിയപ്പോ അത് സഹിക്കാൻ വയ്യാതെ അവൻ എങ്ങോട്ടോ പോയി. ഇപ്പൊ എവിടെ ഉണ്ടെന്നും ജീവനോടുണ്ടോന്ന് പോലും ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. അതൊന്നും നോക്കാതെ ഇവിടെ എല്ലാരും കൂടി ഇവിടെ ഹണിമൂണിന് വിടുന്ന തിരക്കില്ല. ഇവളുടെ ഇവന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അമ്മായി വിചാരിക്കുന്ന പോലെ അരവിന്ദേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല. അരവിന്ദേട്ടൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. ഓ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ഇപ്പൊ എന്നെ സമാധാനിപ്പിക്കാൻ നോക്ക. ആരൊപ്പിച്ചെന്നാ? ചാരുമോളോ അതോ ഇവനോ? നീ നിന്റെ മോനെ കാണാറില്ല എന്ന് പറഞ്ഞാ ഞങ്ങള് വിശ്വസിക്കണോ? അതിപ്പം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ വേദന എനിക്കല്ലേ അറിയൂ. ചാരുമോൾക്കൊരു സന്തോഷം വന്നാൽ നിനക്ക് സഹിക്കില്ല എന്നറിയാം. മനസ്സും ശരീരവും നിറയെ കുശുമ്പും കുന്നായ്മയല്ലേ. അമ്മയോട് വഴക്കിടണ്ട ബാലമാമേ. ഞാൻ മൂന്നാർക്കൊന്നും പോകുന്നില്ല. ഇവള് പറയുന്നൊന്നും മോള് കാര്യാക്കണ്ട. നീയും ആകാശും നാളെ രാവിലെ തന്നെ മൂന്നാറിലേക്ക് പോകണം. ഇതെന്റെ തീരുമാനം.